അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ഈ ദിവസത്തിലെ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള അദ്കാറാണ് ഇൻഷാല്ല മനസ്സിലാക്കാൻ പോകുന്നത്. അദ്കാർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് മാം വിചാരിക്കുകയാണ്. നമ്മൾ മോർണിംഗ് ഈവനിങ് അദ്കാറൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. എസ്പെഷ്യലി മാമിൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ് കേട്ടവർ അത് കേട്ടിട്ടുണ്ടാകും. പിന്നെ അതല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മക്ക് പറഞ്ഞേക്കാം ദിക്ർ ചൊല്ലണം അങ്ങനെയൊക്കെ ചൊല്ലണം നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാകാം അല്ലേ. അപ്പോൾ ഈ ദിക്കറിന്റെ പ്ലൂറലാണ് യഥാർത്ഥത്തിൽ അദ്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിക്കറിന്റെ പ്ലൂറലാണ് അദ്കാർ. ഓക്കെ, ദിക്കർ അല്ലെങ്കിൽ അദ്കാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? റിമെമ്പറൻസ് അല്ലെങ്കിൽ റിമെമ്പറിങ് അള്ളാഹ്. ദിക്കറുള്ള എന്ന് പറഞ്ഞാൽ റിമെമ്പറിങ് അള്ളാഹ് അല്ലെങ്കിൽ അള്ളാഹിനെ ഓർക്കുക എന്നർത്ഥം. അള്ളാഹിനെ നമ്മൾ എങ്ങനെ ഓർക്കുക? അള്ളാഹ് എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അള്ളാഹിനെ ഓർക്കുന്നുണ്ട് അല്ലേ. പക്ഷെ സ്പെഷ്യലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കുറച്ച് എന്താണ് ഈ ഓർക്കേണ്ട കുറച്ച് വാക്കുകളായിട്ട് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ടോപ്പിക്കുകളിലൂടെ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുക. അതായത് അള്ളാഹു ഓർക്കുന്ന വാക്കുകൾ, ദുആകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ് അല്ലേ. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ്? അള്ളാഹുവിനെ പ്രൈസ് ചെയ്യണം. അത് ആക്ച്വലി ടൈപ്പ് ഓഫ് റിമെമ്പറിങ് അള്ളാഹാണ്. പക്ഷെ നമ്മൾ ബിസ്മില്ലാ ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്, ഞാൻ അള്ളാഹുവേ നിൻ്റെ അടുത്ത് സഹായം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയല്ലേ. അപ്പം അതെന്താണ്? ആക്ച്വലി ഒരു ദുആ പോലെയാണ് അല്ലേ. അപ്പോൾ അതാണ് വ്യത്യാസം. നമ്മൾ അള്ളാഹുവേ എനിക്ക് സ്വർഗം കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദുആ ആണ്. പക്ഷെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. അതാണ് ദിക്റും ദുആയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പം നമ്മൾ ഒരു വീക്കിൽ ദിക്ർ പഠിക്കും, ഒരു വീക്കിൽ ദുആ പഠിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഫദ്കുറൂനി അദ്കുർക്കും. എന്താണ് പറഞ്ഞത്? എന്നെ നിങ്ങൾ ഓർക്കൂ, ഞാൻ നിങ്ങളെയും ഓർക്കാം. സോ റിമെമ്പർ മീ, ഐ വിൽ റിമെമ്പർ യു. അപ്പം നമ്മൾ ഈ ഒരു ആയത്തിൽ നിന്ന് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപോലെ ഫോളോ ചെയ്യണ്ടേ. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? എന്നെ നിങ്ങൾ ഓർക്കൂ എന്ന് പറഞ്ഞാൽ റിമെമ്പർ മീ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുന്ന വാക്കുകൾ നമ്മൾ പറയുക എന്നൊക്കെയാണ്. ജസ്റ്റ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറയൽ മാത്രമല്ല, അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്താണ്? അത് ദിക്റാണ്. നമ്മൾ നമസ്കാരം, ഖുർആൻ റെസിറ്റേഷൻ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു റിമെമ്പറൻസിൻ്റെ ഭാഗമാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇനി ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഓക്കെ എനിക്ക് എൻ്റെ അള്ളാഹുവിൻ്റെ അടുത്ത് റിവാർഡ് കിട്ടും. എഗെയിൻ എന്താണ്? അതും ഒരു റിമെമ്പറൻസ് ആണ്. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ഇപ്പം മക്കൾ ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ എഗെയിൻ എന്താണ്? അള്ളാഹിനെ കുറിച്ചിട്ട് കേൾക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, അള്ളാഹിനെ ഓർക്കുകയാണ് അല്ലേ. അള്ളാഹു എന്തൊക്കെയേ ചെയ്തെന്നൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ എന്താണ്? അതൊക്കെ നമുക്ക് റിവാർഡിങ് ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് ഇൻഷാ അല്ലാഹ് അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന കുറേ വാക്കുകളൊക്കെ ആയിരിക്കും ഇൻഷാ അല്ലാഹ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ പോകുന്നത് ദ ബെസ്റ്റ് ദിക്റാണ്. ഏറ്റവും 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 റിവാർഡ് കിട്ടുന്ന ദിക്റാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഏതാണെന്ന് പറയാൻ പറ്റുമായിരിക്കെങ്കിലും? The best dhikr is La ilaha illallah. ആരെങ്കിലും ഉണ്ടോ അവിടെ അറിയാത്ത? ഇല്ല അല്ലേ. പക്ഷെ അതിൻ്റെ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺഇമാജിനബിൾ. അത്രയ്ക്കും വലിയ റിവാർഡാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ. എന്താണ് അതിൻ്റെ അർത്ഥം? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹും ഇല്ല, അല്ലെങ്കിൽ ഒരു ദൈവവും ഇല്ല, അല്ലെങ്കിൽ ഒരു ഗോഡും ഇല്ല. ഇല്ലല്ലാഹ് എക്സെപ്റ്റ് അള്ളാഹ്. അതായത് അള്ളാഹു അല്ലാതെ ഒരു ഗോഡും ഇല്ല എന്നർത്ഥം. പക്ഷെ കുറച്ചും കൂടി നമ്മൾ പറയുമ്പം ദർ ഇസ് നോ ഗോഡ് വർത്തി ഓഫ് വർഷിപ്പ് എക്സെപ്റ്റ് അള്ളാഹ്. അതായത് അള്ളാഹു അല്ലാതെ വേറെ ആർക്കും എന്താ പറയുക, വേറെ ആരെയും എന്താണ് ആരാധിക്കാനുള്ള വേർത്തില്ല. അതായത് ഇപ്പം നമ്മൾ നോൺ മുസ്ലിംസ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല, അവർ കുറേ എന്താണ് പ്രതിമകളൊക്കെ പോയിട്ട് വെറുതെ വർഷിപ്പ് ചെയ്യുന്ന ആ പ്രതിമകൾക്ക് വല്ല വേർത്തുണ്ടോ, വല്ല എന്തെങ്കിലും കഴിവുണ്ടോ ഒരു ഗോഡാകാനുള്ള? ഇല്ല അല്ലേ. അങ്ങനെ അതിനെല്ലാം തികഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ അതിന് ഫുള്ള് വേർത്തായിട്ടുള്ള ഒരേ ഒരു ഗോഡ് അള്ളാഹു മാത്രമാകുന്നു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. ഇനി അതിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ വേർച്യു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നരകം
അൺലോഫുൾ ആക്കും. അതായത് നരകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ് അല്ലേ? നരകത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ക്ലാസ്സിലിരിക്കുന്നതും നിസ്കരിക്കുന്നതും ഉമ്മ പറഞ്ഞത് കേൾക്കുന്നതും ഒക്കെ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബെസ്റ്റ് ദിക്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ പറയുന്ന ആൾക്ക് അള്ളാഹു നരകം അൺലോഫുൾ ആക്കും. പക്ഷേ അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതിയല്ലോ, പിന്നെ ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യാലോ. അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെന്താണ്, നമ്മൾ നാവുകൊണ്ടൊന്ന് പറയാ, വേറൊന്ന് ആക്ട് ചെയ്യാന്നായി പോകും അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? അള്ളാഹു അല്ലാതെ വേറെ ആരും വേർഷിപ്പിന് വേർത്ത് അല്ല എന്നാണ് മീനിങ്. അപ്പൊ നമ്മള് എല്ലാവരും നമ്മള് ഇബാദത്ത് എന്ന് പറയുന്ന നിസ്കാരം നോമ്പ് മാത്രമാണോ? അല്ല അല്ലേ? നമ്മുടെ ഫുൾ ലൈഫ് മോർണിംഗ് ടു നൈറ്റ് ഉറങ്ങിയാലും നമ്മുടെ ഫുൾ ലൈഫ് എന്താണ്? അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇബാദത്താണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് എന്തും ചെയ്യാലോ, അങ്ങനെ പറയാൻ പറ്റൂല. അപ്പം നരകം നമുക്ക് അപ്പം ലോഫുൾ ആകില്ല. നമ്മൾ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യം ഒരേപോലെ ആവണം. അപ്പോഴാണ് കേട്ടോ ഈ ഒരു മേക്സ് ഹെൽ അൺലോഫുൾ കറക്റ്റ് ആവുള്ളൂ. കാരണം എന്താ പറയുക, അങ്ങനെ പറഞ്ഞ ഒരാൾ ഓട്ടോമാറ്റിക്കലി അള്ളാഹു ഇഷ്ടമുള്ള കാര്യം തന്നെ ചെയ്യുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മീനിങ്ങും അതിൻ്റെ റിവാർഡൊക്കെ നമ്മൾ ഓർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്താണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ ചെയ്യുള്ളൂ അല്ലേ? പിന്നെ ഇനി പറഞ്ഞത് നമ്മൾ മരിക്കാൻ നേരത്ത് ലാസ്റ്റ് വേർഡ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷുവർലി ഹി വിൽ എൻഡ് പാരഡൈസ്. മനസ്സിലായോ? തീർച്ചയായിട്ടും സ്വർഗത്തിലേക്ക് അയാൾ പോകും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ പറയുക? നിങ്ങൾ വായ ക്ലോസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് സൗണ്ട് ഇല്ലാണ്ട്. അപ്പം നമ്മളുടെ എന്താണ് ചുണ്ട് അനങ്ങൂല, നാവ് മാത്രമേ അനങ്ങുള്ളൂ. അപ്പോൾ ആർക്കും മനസ്സിലാവില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നും കിടക്കാൻ മരിക്കാൻ നേരത്ത് അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുക, അള്ളാഹുവേ എൻ്റെ ഏറ്റവും ലാസ്റ്റ് വേർഡ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി തരണേ അള്ളാഹ് എന്ന് പ്രാർത്ഥിക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി അതിലേറെ ഭയങ്കരമായിട്ടുള്ളൊരു റിവാർഡ് പറഞ്ഞിട്ട്, ഇപ്പം നമ്മൾ മരിച്ച സ്വർഗം എന്തായാലും കിട്ടും. നമുക്ക് സ്വർഗത്തിൽ ഏറ്റവും 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 ഹയസ്റ്റ് പ്രൈസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. അതായത് നമ്മൾ ഇത് ബാലൻസ്, നിങ്ങൾ പിക്ചറിൽ കാണുന്നത് ബാലൻസ് തുലാസ് എന്ന് പറയും അല്ലേ? ഈ ഒരു തുലാസിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചു. മറ്റേ തുലാസിൽ ഫുൾ വേൾഡ് എന്തൊക്കെയാണോ അള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, 7 heaven 7 earth എന്തൊക്കെയാണ് അത് ഫുള്ള് നമ്മൾ മറ്റേ ബാലൻസിൽ വെച്ചു. അപ്പോൾ ഇതിലേതാണ് വെയ് കൂടുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പം ഇത്രയും വലിയ യൂണിവേഴ്സിൻ്റെ അത്രത്തിനേക്കാളും വെയിറ്റ് കൂടുന്ന റിവാർഡാണ് നമുക്ക് അള്ളാഹു തരാം. മനസ്സിലായോ? അത്രയ്ക്കും വലിയ റിവാർഡാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്ന എല്ലാവരും തിങ്ക് ചെയ്യാം കേട്ടോ. ഇത്രയും വലിയ ലോകത്തിനേക്കാളും അത്രയും വലിയ റിവാർഡാണല്ലോ എൻ്റെ റബ്ബ് എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ തരുന്നത്. സുബ്ഹാനല്ലാഹ്, എൻ്റെ റബ്ബിന് എന്തൊരു ഇഷ്ടമല്ലേ? കാരണം അള്ളാഹു നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അള്ളാഹ് ഇത്രയും സിമ്പിൾ കാര്യം കൊണ്ട് ഇത്രയും വലിയ റിവാർഡ് നമുക്ക് നൽകുന്നത്. നമുക്കറിയാം ചില റിലീജിയനൊക്കെ ഭയങ്കര ഹാർഡായിട്ട് ഇതാക്കും അല്ലേ? അതായത് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അവരെന്ത് ചെയ്യുക, കയ്യിൽ തീ വെക്കും. എന്നിട്ട് ഇങ്ങനെ ആ തീ സഹിച്ച് നിൽക്കണം. പക്ഷെ നമ്മളുടെ റബ്ബ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമ്മളുടെ റബ്ബ് എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ് പറയും അല്ലേ? അതല്ലെങ്കിൽ നമ്മുടെ നോമ്പെടുക്കാനൊക്കെ പറയും. അതല്ലാതെ നമ്മളെ ബോഡിനെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മൾ റബ്ബ് പറയാറില്ല. അതേപോലെ തന്നെ നമുക്ക് ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും വലിയ റിവാർഡ് തരും. നമ്മൾ രാവിലെ സുബ്ഹിൻ്റെ സുന്നത്ത് നിസ്കരിച്ചാൽ നമുക്ക് ഭയങ്കര വലിയ റിവാർഡാണ്. അതേപോലെ നമ്മൾ ഇപ്പോൾ എന്താണ്, നിങ്ങളൊക്കെ ദുൽഹിജ്ജ 10 1 to 10 days ഒക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ? ആ ഡേയ്സിൽ നമ്മൾ ചെയ്യുന്നത് ഭയങ്കര വലിയ റിവാർഡാണ്. നമ്മൾ സുബഹിക്കും രാത്രിയും ഒക്കെ എന്താണ് പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കരിച്ചാൽ രാത്രി ഫുള്ള് നിസ്കരിച്ച റിവാർഡാണ്. ലൈലത്തുൽ ഖദ്റിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ 1000 months നമ്മൾ നല്ല കാര്യം ചെയ്യുന്ന പോലെയാണ് അല്ലേ? അതേപോലെ നമ്മൾ അള്ളാഹു കുറേ നല്ല നല്ല കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് മാമിൻ്റെ കുട്ടികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാം. കാരണം നമുക്ക് പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ റിവാർഡാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no one worthy of worship except Allah. ഓക്കെ,
അൽഹംദുലില്ലാ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്ക്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മാക്സിമം മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. നമ്മളിന്ന് പഠിച്ച ടോപ്പിക്ക് ഏതൊക്കെയാണ്? ഖുറാനിക് സ്റ്റഡീസ് അല്ലേ? എന്താണ് ഖുറാനിക് സ്റ്റഡീസ് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പ്രോപ്പർ സ്റ്റോറീസ് മനസ്സിലാക്കി. ആദം അലൈഹി ഇസ്ലാമിൻ്റെ സ്റ്റോറി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ അദ്കാർ മനസ്സിലാക്കി. അപ്പോൾ ഈ 3 ടോപ്പിക്കും എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ബ്ലെസ് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്തുൽ ഫിർദൗസ് നൽകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.